സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ്.സിയും കണ്ണൂർ വാരിയേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം സമനിലയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. കാലിക്കറ്റിനായി 28-ാം മിനിറ്റിൽ മുഹമ്മദ് അർഷഫാണ് ഗോൾ നേടിയത്. 38-ാം മിനിറ്റിൽ ആസിയർ ഗോമസ് ഗോൾ തിരിച്ചടിച്ചു. 42-ാം മിനിറ്റിൽ കാലിക്കറ്റ് താരം മുഹമ്മദ് ആസിഫ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. രണ്ടാം പകുതിയിൽ 10 പേരുമായാണ് കാലിക്കറ്റ് കളിക്കാനിറങ്ങിയത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സും കോഴിക്കോട് എഫ്.സിയും കാലിക്കറ്റ് എഫ്.സിയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിയുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ കാലിക്കറ്റിന്റെ ആക്രമണത്തോടുകൂടിയാണ് മത്സരം ആരംഭിച്ചത്. കാലിക്കറ്റിന്റെ ആക്രമണവും കണ്ണൂരിന്റെ പ്രതിരോധ നിരയും തമ്മിലുള്ള നേർക്കുനേർ വന്ന പോരാട്ടമായിരുന്നു. തുടക്കത്തിൽ തന്നെ കാലിക്കറ്റിന്റെ മുഹമ്മദ് ആസിഫ് 4-ാം മിനിറ്റിൽ ഒരു യെല്ലോ കാർഡ് വാങ്ങി മത്സരം മുന്നോട്ട് പോകുന്നതിനിടയിൽ 28-ാം മിനിറ്റിൽ മനോഹരമായ ഒരു ഗോളിലൂടെ മുഹമ്മദ് അർഷഫാണ് കാലിക്കറ്റിനെ മുന്നിലേക്ക് എത്തിച്ചത്. ഒരു കോർണർ കിക്കായിരുന്നു. ആ കോർണർ കിക്ക് ഒരു കൂട്ടപ്പൊരിച്ചിലേക്ക് മാറി മുഹമ്മദ് അഫ്സലിന്റെ കാലുകളിലേക്ക് പന്തെത്തി. അഫ്സൽ നേരെ അർഷഫിന് നീട്ടി നൽകി. അർഷഫ് വളരെ വിദഗ്ധമായി അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ഷൂട്ടിലൂടെ അത് ഫിനിഷ് ചെയ്തു. ഉബൈദിന് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ കണ്ണൂരിന്റെ ഗോൾ കീപ്പർ. അതിനുശേഷം കളി മുന്നോട്ട് പോകുമ്പോഴാണ് 38-ാം മിനിറ്റിൽ ആസിയർ ഗോമസിന്റെ ഒരു ഗോൾ വന്നത്. ഒരു പക്ഷേ അജ്മൽ ആദ്യമായി നിസ്സഹായനായി നിന്ന ഒരു നിമിഷം എന്ന് പറയാം. ഈ സൂപ്പർ ലീഗിന്റെ സീസണിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അജ്മൽ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നെങ്കിലും ആസിയർ ഗോമസിന്റെ ഒരു ഗോൾ അജ്മലിനെ കബളിപ്പിച്ച് വലയിലേക്ക് നീങ്ങി. പക്ഷെ 42-ാം മിനിറ്റിലാണ് കളിയുടെ ഗതി മാറുന്നത്. മുഹമ്മദ് ആസിഫ് വീണ്ടും ഒരു പിഴവ് വരുത്തി. ആസിയർ ഗോമസിന്റെ ഒരു ത്രൂ ബോള് അതിന് ആസിഫ് കൈവെച്ചു കൊടുത്തു. ആ കൈവെച്ചു കൊടുത്തപ്പോൾ തന്നെ ഹാൻഡ് ബോളിന് ഒരു യെല്ലോ കാർഡ് കൂടി കിട്ടി. അങ്ങനെ 2 യെല്ലോ കാർഡ് ചേർത്ത് റെഡ് കാർഡ് റഫറി ഉയർത്തി. ആസിഫിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. രണ്ടാം പകുതിയിൽ കാലിക്കറ്റ് ഇറങ്ങിയത് കേവലം 10 പേരുമായാണ്. പക്ഷേ കാലിക്കറ്റിന്റെ രക്ഷക്കെത്തിയത് അല്ലെങ്കിൽ കാലിക്കറ്റിന്റെ വലയിൽ ഗോളുകൾ വീഴാതിരിക്കാൻ കാരണം 2 പേരാണ്. ഗാസ്റ്റൺ സോസയും ഒപ്പം റിച്ചാർഡ് ഒസായി. 2 പ്രതിരോധ നിരയിലെ 2 താരങ്ങൾ ചേർന്നൊരുക്കിയ വലിയ പ്രതിരോധ പൂട്ടാണ് കണ്ണൂരിനെ യഥാർത്ഥത്തിൽ കാലിക്കറ്റിന്റെ പോസ്റ്റിലേക്ക് ഗോൾ വർഷിക്കാൻ കഴിയാതെ പോയത്. 2 പേരുടെയും പ്രതിരോധ നിര തുളച്ച് കണ്ണൂർ പല തവണ അറ്റാക്ക് നടത്തിയെങ്കിലും പക്ഷെ അതൊന്നും ഗോളിലേക്ക് ആയതുമില്ല. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നിരാശയാണ്. കാരണം രണ്ടാം പകുതിയിൽ 10 പേരുമായി ഇറങ്ങിയ കാലിക്കറ്റിന് മേൽ വലിയൊരു വിജയം നേടാനാകാതെ പോയി. കാലിക്കറ്റിനും നിരാശയാണ്. സ്വന്തം മൈതാനത്ത് കണ്ണൂരിന് തോൽപ്പിച്ച് 3 പോയിന്റ് നേടാനുള്ള സാധ്യതകളായിരുന്നു. അതും നടന്നില്ല. നിരാശയാണ് 2 ടീമിനും. പക്ഷെ അപ്പോഴും 2 ടീമും തോറ്റിട്ടില്ല. 1-1 അതാണ് അവസാന ഫലം. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.